അപ്പോൾ ഞാൻ ആദ്യം വെളിപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 29ാമത്തെ ദിവസമാണിത്. ഇന്നാണ് ഇപ്പോൾ ഇതിന് അനുമതി കിട്ടിയതായിട്ട് അറിഞ്ഞത്. എന്നെ പോലീസ് ക്ലബ്ബിൽ നിന്ന് നാളെ 11 മണിക്ക് ഹാജരാവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പോലീസ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ആദ്യം തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങളെ മുഖാന്തരം ഞാൻ അത് അറിയിക്കാം. അല്ല, ഇപ്പം നിലവിൽ നിരവധി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും 9 കോടി രൂപ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. അതെ, ഇത് സംബന്ധിച്ച് വാക്കുകൾ മാത്രമാണോ അതോ രേഖകളുണ്ടായിരുന്നു? ഇത് ഞാൻ പോലീസിന് കൊടുക്കേണ്ടതായ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇതൊരു കള്ളപ്പണമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കള്ളപ്പണത്തിന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അത് ശേഖരിച്ച് കഴിഞ്ഞാൽ അത് ഒരു വേറെ രീതിയിലുള്ളൊരു കേസാവും. അപ്പോൾ കള്ളപ്പണത്തിന് നമ്മളത് സൂക്ഷിക്കണതും അത് ഏത് രീതിയിൽ പ്രചരിപ്പിച്ചാലും അത് ചെയ്യണ ആളുകൾക്ക് കുറ്റകരമാണത്. അപ്പം ഞാൻ അത് അങ്ങനെ ഫുള്ള് രീതിയിൽ അതെനിക്ക് നിങ്ങളോട് പറയണ രീതിയിൽ ഞാനത് എനിക്ക് എടുത്തു വെച്ചു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഞാൻ ചോദിക്കുന്നത് പ്രധാനമായും അന്ന് ഈ കേസ് നടക്കുന്ന സമയത്ത് BJP സംസ്ഥാന പ്രസിഡന്റിനെ ഉൾപ്പെടെ നിരവധി നേതാക്കളെ ചോദ്യം ചെയ്തതാണ്. അതിനുശേഷമാണ് പിന്നീട് കുറ്റപത്രം സമർപ്പിക്കുന്നത്. അവരാരും പ്രതികളായിരുന്നില്ല. ഇതിൽ ഇനി എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാതെ ഈ കേസ് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ? അത് എനിക്കറിയാവുന്ന കാര്യങ്ങളും എനിക്കുള്ള തെളിവുകളും ഞാൻ നാളെ പോലീസ് ക്ലബ്ബിൽ പോലീസിന് ഞാൻ കൈമാറും. അപ്പോൾ പോലീസാണ് അത് തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങളനുസരിച്ചിട്ട് ഇപ്പം ഞാൻ പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ തുടരന്വേഷണം. അപ്പോൾ ആ തുടരന്വേഷണത്തിന് ഏതെല്ലാം രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഉപകാരപ്രദമാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പോലീസ് ആ കാര്യങ്ങൾ നോക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അല്ല, പ്രതികളാക്കേണ്ടതും എല്ലാം പോലീസിൻ്റെ ചുമതലയാണല്ലോ. തീർച്ചയായിട്ടും ഒരു ജില്ലാ ഓഫീസിൽ കള്ളപ്പണം വന്നാൽ പിന്നെ ജില്ലയുടെ ആളുകൾക്ക് പങ്കുണ്ടാവില്ലേ? ഞാൻ സാക്ഷിയാണ്. ഇനിയിപ്പോൾ പോലീസ് ഞാൻ പറഞ്ഞ വെളിപ്പെടുത്താനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പോലീസിന് നിശ്ചയം എന്നുണ്ടെങ്കിൽ ആ പോലീസ് അത് ചെയ്യട്ടെ. അന്ന് ഈ കൊണ്ടുവന്ന സമയത്ത് എന്തെങ്കിലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡോക്യുമെന്റ്, ഇപ്പോൾ 9 കോടി കൊണ്ടുവന്നാൽ പല ഘട്ടങ്ങളായിട്ട് കൊണ്ടുവന്നതായിട്ട് കണക്കുകളുണ്ട് എന്ന് പറയുന്നു. അതിലെന്തെങ്കിലും ഡോക്യുമെന്റ്, അന്ന് പൈസ കൊണ്ടുവന്നതിൻ്റെ പേപ്പറോ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് കള്ളപ്പണത്തിൻ്റെ നമ്മൾ ഫോട്ടോ ഒന്നും എടുത്ത് സൂക്ഷിക്കാൻ പാടില്ല. അത് രാജ്യദ്രോഹ കുറ്റമാണ് കള്ളപ്പണം എന്ന് പറയണത്. കള്ളപ്പണം കൊണ്ടുവന്ന് അതിൻ്റെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ രാജ്യദ്രോഹ കുറ്റം ചെയ്യണതിന് തുല്യമല്ലേ? അതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ. നമ്മളങ്ങനെ കുറച്ച് ബോധക്കുറവ് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞത് അവിടെ കള്ളപ്പണം വന്ന് ഓഫീസിൽ സൂക്ഷിച്ചു. ഇതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം എന്താ? നമ്മൾക്ക് ഈ കള്ളപ്പണം സൂക്ഷിക്കാനായിട്ട് ഒരു അധികാരമില്ല, ആർക്കും അധികാരമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കള്ളപ്പണം അവിടെ സൂക്ഷിച്ചത്? ആ പണം എന്ത് ചെയ്തു? എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ അത് നാളെ പോലീസിനോട് മൊഴിയായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പോലീസ് നിശ്ചയിക്കും അത് ഏത് രീതിയിലാണ് അന്വേഷിക്കേണ്ടതെന്നുള്ളത്. എന്നിട്ടാണ് സാക്ഷിയും പ്രതികളൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കുക. അതെല്ലാം പോലീസിന് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അന്ന് പറഞ്ഞ നിലപാടിൽ ഉറച്ചു വെക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് നിലപാട് മാറ്റാനായിട്ട് ഞാൻ അതിന് പ്രത്യേകിച്ച് ലാഭേച്ഛ കൂടാതെ കാര്യങ്ങൾ പറഞ്ഞ ആളല്ലേ. പിന്നെ ഞാൻ എന്തിനു പറഞ്ഞാലും മാറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ. ഞാൻ സ്വസ്ഥമായിട്ട് ഓഫീസിൽ നിന്ന് 1.5 കൊല്ലം മുന്നേ അവിടുന്ന് ജോലി നിർത്തി പോകുന്ന സമയത്ത് ഇവർ എന്നെ വീണ്ടും എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇത് എനിക്ക് പുറത്ത് പറയണം. ഇവർ ഇത്രയും കള്ളത്തരം കാണിച്ചിട്ട് ഞാൻ എന്തിന് പിന്നെ അന്ന് ഞാൻ അവിടെ ഓഫീസിലിരിക്കുമ്പോൾ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ സാക്ഷിമൊഴി കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ അതിന് കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനത് പുറത്ത് പറയുന്നത്. ഇല്ല, ഒത്തുതീർപ്പിന് സമീപിക്കേണ്ട ഒരു രീതിയിലുള്ള ആളുകൾ വന്നപ്പോൾ ഞാൻ നിഷേധിച്ചു വിട്ടു. കാരണം നമുക്ക് എന്നെ അല്ലെങ്കിൽ തന്നെ ഈ സംഭവം വെളിപ്പെടുത്തി ഇപ്പോൾ പറഞ്ഞത് എന്നെ വിലയ്ക്ക് വാങ്ങിയെന്നാണ് പറഞ്ഞത്. എന്നെ പണം കൊണ്ടോ അല്ലെങ്കിൽ പവർ കൊണ്ടോ സതീഷിനെ വിലയ്ക്ക് മേടിക്കാൻ ഒരാൾക്കും പറ്റില്ല. പണം കൊണ്ടും പവർ കൊണ്ടും മേടിക്കാൻ പറ്റില്ല.